വെൽക്കം ടീം വ്യസന സമേതം ബന്ധുമിത്രാദികൾ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മല്ലികാന്റി ഓടി വന്ന് ഒറ്റടി വായി നോക്കി നേരെ പിടിച്ച് കൊണ്ടുപോടേ. ആ പ്രൊമോഷൻ നിന്റെ നോട്ടൊക്കെ കണ്ടു ഞാൻ കേട്ടാ. നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെയാണോ? വ്യസന സമേതം ആ ക്യാരക്ടർ തന്നെയാണ് എപ്പോഴും ഇറങ്ങിയിട്ടില്ല. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. മല്ലികാന്റി ഉണ്ട്, മല്ലിക ചേച്ചി, അരുൺ ചേട്ടൻ. ചേച്ചി നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. വലിയ സന്തോഷം എല്ലാരെയും കണ്ടതില്. ഒരാളിന്റെ പാട്ട് നിരന്തരം കേൾക്കുക, ആളിനെ കാണുന്നത് ഇത്ര അടുത്ത് ഇത്ര ഇപ്പോഴാ. വലിയ അതൊക്കെ അറിയാം, പേരും അറിയാം. ഈ പറഞ്ഞിട്ട് മദ്രാസിലായി പോയോണ്ട് ഈ ചാനലിൽ ഈ പ്രോഗ്രാം കാണുമ്പോഴേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും വളരെ വിനയപുരസരം വിളിക്കുന്നു. വ്യസന സമേതമല്ല, സന്തോഷത്തോടെ ചെല്ലണം, തിയേറ്ററിൽ വന്ന് ഈ പടം കാണണം, മല്ലി ചേച്ചി അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു ഈ അമ്മൂമ്മ തള്ളാന്നുള്ളത്. ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ വരുന്നത്. കാണാറുണ്ടെന്നൊക്കെ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അല്ലല്ല, ഈ കുഞ്ഞുങ്ങളുടെ പരിപാടി വെച്ച് ബാക്കി എല്ലാത്തിലും ഞാൻ മിക്കവാറും ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 2-3-4 വർഷമായിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു വളർത്തുപുത്രിയായിട്ട് എവിടെ ചെന്നാലും ഇതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞ് വിളിക്കുക. ഇതിലെ പരിപാടികളെ കുറിച്ച് എന്നോട് തന്നെ ചോദിക്കും. മിക്ക പരിപാടികളും നിങ്ങളുടെ വേറെ ഒരു വലിയവരുടെ ഒരു കോമഡി ഷോ ഇല്ലേ, ആ ക്ലാസ് റൂം ഒക്കെ ഉള്ള ഐറ്റം എവിടെ ചെന്നാലും ചേച്ചി അവരുടെ അഡ്രസ് ഉണ്ടോ, ഫോൺ നമ്പർ ഉണ്ടോ, അവരുടെ രാജേഷ് കൊട്ടാരത്തിൽ അറിയാം. അപ്പൊ അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പാട്ടോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് പ്രോഗ്രാം ഞാനും കാണാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഇതൊക്കെയല്ലേ ഉള്ളൂ ഇപ്പൊ ജോലി. ഞാൻ ഈ സർക്കിട്ട് വളരെ കുറവാണ്, സോഷ്യൽ വിസിറ്റ്സ് ഇല്ല. അപ്പൊ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഇതൊക്കെ കണ്ട് പിന്നെ പാട്ട്. നമ്മുടെ ഫ്ലവേഴ്സിന്റെ തന്നെ ഒരു ഫാമിലി മെമ്പർ ആണ്. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അതെ, പിന്നെ ഇപ്പോഴാണ് ഞാൻ മല്ലികാന്റിനെ നേരിട്ട് കാണുന്നത്. എനിക്കൊരു 9-10 വയസ്സുള്ള സമയത്താണ് ഇതുപോലെ ഒരു പൂമ്പാറ്റ പോലെ ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞൊരു കസേരയിൽ ഇരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ? കുസൃതിയൊക്കെ അതെ, ഉറങ്ങുമ്പോ മാത്രം പാവാണ്. ചേട്ടാ, എന്താണ് പുതിയ വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതേ ഉള്ളൂ മരണമാസിന്റെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് സിജു ചേട്ടൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഫ്ലവേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ മറ്റേ റീൽസ് ഒക്കെ എഴുതിയ സമയത്ത് ഫ്ലവേഴ്സിലെ ഡിജിറ്റൽ സെക്ഷനിൽ ഞാൻ പണ്ട് കണ്ടന്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഇവിടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഡിജിറ്റലില് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്റെ ഫാമിലി തന്നെയാണ്. എനിക്ക് തുടക്കം തന്നത് ഇവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഇവിടുന്ന് എപ്പോൾ വിളിച്ചാലും ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ അടുത്ത പടം വ്യസന സമേതം ബന്ധുമിത്രാദികളുമായിട്ട് വന്നിരിക്കുകയാണ്. നല്ലൊരു സിനിമയാണ്. ബാക്കി അരുൺ ചേട്ടാ, നമ്മള് ടോപ്പ് സിംഗർ ഫ്ലോറിൽ ആദ്യമാണ്. എനിക്കും ചേട്ടൻ ഒരുപാട് പേഴ്സണലി അറിയുന്ന ആളാണ്. പിന്നെ നമ്മുടെ ഒളിമ്പ്യൻ അന്തോണി ആദം, അതിലെ കുഞ്ഞി അരുൺ ചേട്ടനായിരിക്കും എല്ലാവർക്കും പരിചയം. അപ്പൊ ഇപ്പം നമ്മുടെ പുതിയ മൂവിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി എല്ലാ ഫ്ലവേഴ്സിനോട് നന്ദി പറയുന്നു. ഇങ്ങനൊരു ഫ്ലോറിൽ എന്നെ ഇൻവൈറ്റ് ഈ നമ്മുടെ പടത്തിനെ കൊണ്ടുവന്നതും ഇതുപോലെ നിൽക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ, ഇതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. 13-ാം തീയതി റിലീസാവുന്ന ഒരു വീടും ആ വീടിൻ്റെ ചുറ്റുമുള്ള നാട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും അങ്ങനെ ഒരു കോൺസെപ്റ്റിലുള്ളൊരു കഥയാണ്. അപ്പം പേര് പോലെയല്ല, പടം തമാശ സിനിമയാണ്, ചിരിക്കും. എന്തായാലും തീർച്ചയായും തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യുക. അതെ, പിന്നെ ഇത് മാത്രല്ല, നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കുഞ്ഞി സർപ്രൈസ് ഉണ്ട്. നമ്മുടെ മധുങ്ങളുടെ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റെട്രോ സ്റ്റൈലുള്ള ഒരു പാട്ടാണ്. അങ്കിത്ത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനു മഞ്ജിത്ത് ആണ് ലിറിക്സ്. വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിക്കൊണ്ടിരുന്നപ്പോൾ. ഞാൻ നല്ല എൻജോയ് ചെയ്താണ് പാടിയത്. ഞാൻ ആ പാട്ട് കേട്ടു, നല്ല പാട്ട്. താങ്ക് യു ചേച്ചി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.